എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ MG യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷകൾ സമർപ്പിച്ചിട്ടുള്ള വിദ്യാർത്ഥികളുടെ ട്രയൽ അലോട്ട്മെൻറ്റ് ജൂൺ 12-ാം തീയതി പ്രസിദ്ധീകരിക്കും. ജൂൺ 12-ാം തീയതി ട്രയൽ അലോട്ട്മെൻറ്റ് വന്ന ശേഷം വിദ്യാർത്ഥികൾക്ക് ഇതുവരെ അപേക്ഷ നൽകാൻ സാധിക്കാതിരുന്ന വിദ്യാർത്ഥികൾക്ക് പുതിയ അപേക്ഷ നൽകുന്നതിനും അതുപോലെ തന്നെ അപേക്ഷ നൽകിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അപേക്ഷയിലെ ഏതൊരു വിവരങ്ങളും തിരുത്തുന്നതിനും, അതായത് ഓപ്ഷൻസ് ഉൾപ്പെടെയുള്ള ഏതൊരു വിവരങ്ങൾ നിങ്ങൾക്ക് തിരുത്തുന്നതിനും അവസരം ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് പുതുതായിട്ട് ഈ ഒരു അപേക്ഷ നൽകാം. അതുപോലെ തന്നെ അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ ആ ഒരു കാര്യങ്ങൾ തിരുത്തുന്നതിനും, അതുപോലെ ഓപ്ഷൻസ് പുതുതായിട്ട് കൊടുക്കാനും, അതുപോലെ റീ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതിനും, അതുപോലെ ഏതെങ്കിലും ഓപ്ഷൻ വേണ്ടാന്നുണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്ത് കൊടുക്കാനുമുള്ള സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ്. സ്പോർട്സ് കൾച്ചറൽ PD കോട്ടകളിലെ അന്തിമ റാങ്ക് ലിസ്റ്റ് ജൂൺ 13 പ്രസിദ്ധീകരിക്കുന്നതും പ്രവേശനം ജൂൺ 13-14 തീയതികളിൽ കോളേജുകളിൽ നടക്കുന്നതും ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ അപേക്ഷകൾ, അതായത് ഇതുവരെ അപേക്ഷ നൽകാൻ സാധിക്കാതിരുന്ന വിദ്യാർത്ഥികൾക്ക് ജൂൺ 12-13 തീയതികളിൽ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു അവസരം വിദ്യാർത്ഥികൾ പരമാവധി ഉപയോഗപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് വിവിധ ഡീറ്റെയിൽസുകൾ ഇവിടെ വെബ്സൈറ്റിൽ തന്നെ വീഡിയോ ആയിട്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ അതൊക്കെ കറക്റ്റായിട്ട് കാണാവുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റിൻ്റെ ഷെഡ്യൂൾ വെബ്സൈറ്റിൽ തന്നെ വന്നിട്ടുണ്ട്. അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് എടുത്താൽ മതി. ഷെഡ്യൂൾ 2024 എന്നിങ്ങനെ ഒരു ഓപ്ഷൻ, അത് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ക്യാപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു PDF നിങ്ങളുടെ ഫോണിലേക്ക് നിങ്ങൾക്ക് ഡൗൺലോഡ് ആക്കിയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഈ PDF ഡൗൺലോഡ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെയാണ് കാണാൻ സാധിക്കുക. ഇവിടെ ഓരോ അലോട്ട്മെൻറ്റിൻ്റെ ഡേറ്റ് ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ PDF ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഓരോ അലോട്ട്മെൻറ്റിൻ്റെയും ഷെഡ്യൂൾ കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ ഏതൊക്കെ കോളേജ് ഉണ്ട്, അതുപോലെ ഏതൊക്കെ കോഴ്സുകളുണ്ട് എന്ന് അറിയുന്നതിനായിട്ട് പ്രോഗ്രാംസ്, അതായത് കോളേജസ് ആൻഡ് പ്രോഗ്രാംസ് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് പ്രോഗ്രാംസിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഭാഗമാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏത് കോഴ്സിനെ കുറിച്ചാണ് അറിയേണ്ടത് ആ ഒരു കോഴ്സ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതായത് അവിടെയുള്ള ഒരു പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓരോ കോഴ്സും ഏതൊക്കെ കോളേജിലാണ് ഉള്ളത്, ആ ഒരു കോളേജ് സെൽഫ് ഫിനാൻസ് ആണോ അല്ലെങ്കിൽ എയ്ഡഡ് ആണോ, അതുപോലെ ആ ഒരു കോഴ്സിൻ്റെ സ്പെഷ്യലൈസേഷൻ എന്താണ് എന്നുള്ളതും കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ജസ്റ്റ് അവിടെ എത്ര സീറ്റാണ് ആ ഒരു കോളേജിൽ ടോട്ടൽ ഉള്ളത് എന്നുള്ള കാര്യം ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കാര്യം കൂടി നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ ഓരോ കോഴ്സുകൾ സെലക്ട് ചെയ്യുന്ന സമയത്തും സീറ്റിൽ വ്യത്യാസം വന്നേക്കാം. അതുപോലെ തന്നെ ജസ്റ്റ് എക്കണോമിക്സിൻ്റെ ആ ഒരു സീറ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഓരോ കോളേജിലും ഓരോ വിഭാഗത്തിൽ എത്ര വീതം സീറ്റുകളാണ് ഉള്ളത് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.